ജസ് എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും എന്തെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും ആക്റ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക്. ഓക്കെ, ജസ് ഞാൻ ചോദിച്ചു നോക്കട്ടെ. നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ആൽഫബറ്റ്സ് ആൻഡ് വേർഡ്സ് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. വേർഡ്സിന് ഞാൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് വേർഡ്സ് തന്നെ നമ്മൾ ഈ ഒരു വീക്കിൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, ഇനി വരുന്ന ദിവസങ്ങളിൽ മൊത്തം ഈ വേർഡ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഇപ്പം നമുക്ക് ഗ്രാമർ ആണെന്നുണ്ടെങ്കിൽ വേർഡ്സ് വേണം. വൊക്കാബിൾ ലൈക്ക് ഇപ്പം ഏത് ടെൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഗ്രാമർ വെച്ച് ഫിക്സ് ചെയ്യുന്നത് വേർഡ്സിന്റെ കൂടെയാണ്. അങ്ങനെയാണ് നമുക്ക് സെന്റൻസ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് എത്രത്തോളം വേർഡ്സ് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം വേർഡ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മാത്രമാണ് മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ പോവാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ വേർഡ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പം ഓക്കെ, ഫൈൻ. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ടും ഗ്രാമാറ്റിക്കൽ കാര്യങ്ങളായിരിക്കും വരുന്നത്. ആൻഡ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് യൂട്യൂബ് ആയിരിക്കും ഉണ്ടാവാം. ഈ യൂട്യൂബില് ഞാൻ ഓൾറെഡി നിങ്ങൾ ഇപ്പം ആൽഫബറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ലൈക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ആൽഫബറ്റിൽ തന്നെ കുറച്ചും കൂടെ സൗണ്ട്സ് യൂസ് ചെയ്യുന്നത്, ഒരു ആൽഫബറ്റിന് ഒരു സൗണ്ട് ആണോ ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ലൈവില് അല്ലെങ്കിൽ വരുന്ന ക്ലാസ്സസിൽ, അതായത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഉള്ള യൂട്യൂബ് സെഷൻസിൽ നമ്മൾ ഓൾറെഡി മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സസിന്റെ ഒരു ഐഡിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ക്ലാസ്സസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, എൻ്റെ വോയിസ് ഓഡിയബിൾ ആണോ, ക്ലിയർ ആണോ, ഞാൻ എടുത്ത ക്ലാസ്സസിന് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ, മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്തെങ്കിലും ലൈക്ക് വോയിസ് അയക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഗ്രൂപ്പിൽ ചോദിച്ച ക്വസ്റ്റ്യന് മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഏകദേശം ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. ഏതെങ്കിലും ഡൗട്ട്സ് കിട്ടാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ടാഗ് ചെയ്തിട്ട് ഇന്ന് ഗ്രൂപ്പ് ഈ ഒരു ലൈവ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ആക്കാം. അപ്പം അത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണേ. ഓൺ ആക്കിയാൽ ഏതാണ് ഈ സംശയത്തിന് റിപ്ലൈ കിട്ടാഞ്ഞത് എന്നുള്ളത് കേട്ടോ. ഇന്നലെ ഞാൻ ഇന്നലെ ചോദിച്ച സംശയത്തിന് ഞാൻ ഓൾറെഡി മറുപടി തന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് നമ്മൾ ഗ്രാമർ പഠിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ഗ്രാമറിന്റെ ക്ലാസ് ഞാൻ ഓൾറെഡി എടുത്തിട്ടില്ല. ഗ്രാമർ എന്ന് പറയുന്നത് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പം ഗ്രാമറിന്റെ ക്ലാസ് എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റാഞ്ഞത്. അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല എന്നുള്ള രീതിയിൽ ഞാൻ ഇന്നലെ അത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓക്കെ, ലാസ്റ്റ് ലൈവിൽ കയറാൻ പറ്റിയിട്ടില്ല. റൂൾസ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ റൂൾസ് ഒന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഗ്രൂപ്പ് ഓക്കെ, ഗ്രൂപ്പ് തുറന്നു തരാം കേട്ടോ. ഞാൻ ഗ്രൂപ്പിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഫൈൻ. ഓക്കെ, എല്ലാവരും ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്യാം കേട്ടോ, ഞാൻ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത്. കാരണം നമ്മൾ ഒന്നാമത്തേത് നമ്മൾ ലൈവ് ആയിട്ടുള്ള വീക്കിലി ഒരു സെഷൻ മാത്രമാണ് പോകുന്നത്. ബാക്കി എല്ലാം നമ്മൾ ഗ്രൂപ്പിലാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു റെസ്പോൺസും കാര്യങ്ങളും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ ക്ലാസ് ഇടുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര എന്താ പറയാ ഒരു ഡൾനെസ് വരും. അപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ എത്രത്തോളം ആക്റ്റീവ് ആവുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ലൈവിലൊക്കെ എത്രത്തോളം ആക്റ്റീവ് ആവുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും എന്റെയും എനർജി എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ റെസ്പോൺസ് തരുവാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എനിക്ക് ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഇന്നലെയും മിനിയാന്നും ഒക്കെ ആയിട്ട് പഠിപ്പിച്ചതെന്ന് ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് പോയാൽ മതി. ഈ ലൈവിൽ ഏകദേശം നമുക്ക് 30ഓളം മെമ്പേഴ്സ് ഉണ്ട്. അപ്പം ഈ 30ഓളം മെമ്പേഴ്സ് മാത്രം ഒന്ന് റെസ്പോണ്ട് ചെയ്ത് പോയാൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഇട്ടിരിക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ആൽഫബറ്റ്സ് ആണ്. ഈ ആൽഫബറ്റ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്.
ദാറ്റ് ഈസ് കോൺസണൻസ് ആൻഡ് വവൽസ്. അപ്പം ഈ വവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ വവൽസ് എന്നുള്ളത് എത്ര വേർഡ്സ് ആണ്, എത്ര ആൽഫബറ്റ്സ് ആണ്, ആ ആൽഫബറ്റ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കാവോ? നിങ്ങൾക്ക് അറിയും എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന്. യെസ്, യെസ്, ഗുഡ് ജോബ്. ഓക്കെ, ഞാൻ എന്റെ അടുത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ്, വേർഡ്സ് അല്ല കേട്ടോ, ആൽഫബറ്റ്സ് ആണ്. ഓക്കെ, വേർഡ്സ് അല്ല. AEIOU. റൈറ്റ്. ഓക്കെ, ഗുഡ് ജോബ് ഗൈസ്. ആൻഡ് ഇനി ഇപ്പം AEIOU എന്ന് പറയുന്ന സമയത്ത് ഇപ്പം അന്ന് ചോദിച്ചൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, വൈ എന്നുള്ള സൗണ്ടിന് എങ്ങനെയാണ് ആ സൗണ്ട് വരുന്നത് എന്നുള്ളത്. അത് ഈ കമ്മിങ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും കേട്ടോ. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അത് ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ പഠിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ചോദിക്കാണ്, നമ്മൾ വേർഡ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ? വേർഡ്സിൽ നമ്മൾ പഠിച്ചത് പ്ലേസ്, അത് പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഐഡിയ. ഈ 4 എണ്ണമാണ് നമുക്ക് കൂടുതലായിട്ട് ഇംഗ്ലീഷിൽ വേർഡ്സ് എന്ന് പറയാനുള്ളത് അല്ലെ? അപ്പം ഇനി ഞാൻ ചോദിക്കട്ടെ, ലൈക്ക് ഒരു 2 നെയിം അല്ലെങ്കിൽ 2 പേഴ്സന്റെ പേരൊന്ന് കമന്റ് ചെയ്യാവോ? ഓക്കെ, അത് ഇപ്പൊ ലൈക്ക് ഇപ്പൊ അതില് മെസ്സേജ് വന്നിട്ടുണ്ട്, ലൈക്ക് ഇപ്പൊ ആ സൗണ്ട്സ് പറഞ്ഞിട്ടില്ലേ കൺഫ്യൂഷൻ ആവില്ലെന്ന്. ഇല്ല, നാളത്തെ ക്ലാസ്സിൽ, അതായത് കമ്മിങ് മൺഡേത്തെ ക്ലാസ്സിൽ തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയും. അത് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമുള്ള ഒരു കോണ്ടന്റ് അല്ല ഉള്ളത് കേട്ടോ. അത് കുറച്ച് വൈഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞോളാം കേട്ടോ. ഓക്കെ, 2 പേഴ്സൺ, അതേപോലെ തന്നെ 2 പ്ലേസ് ഒന്ന് കോമെന്റ് ചെയ്യാവോ? 2 പ്ലേസ്, ദെൻ 2 ഐഡിയ, ദെൻ 2 തിങ്. ഈ 3 എണ്ണവും, അല്ല സോറി 4 എണ്ണവും ഒന്ന് കോമെന്റ് ചെയ്യണേ. പേഴ്സൺ, പ്ലേസ്, തീം ഓർ ഐഡിയ. ഇത്ര പേര് ക്ലാസ് പഠിക്കുന്നുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, നല്ല രീതിയിൽ നിങ്ങളുടെ പ്ലേസ് എവിടെയാ എന്നുള്ളതല്ല കേട്ടോ. പ്ലേസ് എന്നുള്ളത് നമ്മളെ ചോദിക്കുന്നതിന്റെ ഒരു ആശയം എന്ന് പറയുന്നത് നമ്മുടെ ആൽഫബറ്റ് കഴിഞ്ഞിട്ട് വേർഡ്സിലേക്ക് വരുന്ന സമയത്തുള്ള പ്ലേസ് ആണ്. അപ്പം പ്ലേസ് കൂടുതലായിട്ടും യൂഷ്വലായിട്ട് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, തൃശ്ശൂർ ഈ ഒരു രീതിയിലല്ലാതെ വേറെ പ്ലേസുകൾ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഗുഡ് ജോബ്. ഓക്കെ, എല്ലാരും പറഞ്ഞു കഴിഞ്ഞോ? എല്ലാരും പറ്റുന്നവരൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിടണം കേട്ടോ. ജസ്റ്റ് ക്ലാസ്സസ് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഞാൻ ജസ്റ്റ് ചോദിക്കട്ടെ, ഞാൻ എടുത്തിട്ടുള്ള ആൽഫബറ്റ്സിലും വേർഡ്സും മനസ്സിലാവാത്ത, അല്ലെങ്കിൽ ഇപ്പോഴും ആൽഫബറ്റിക് ഓർഡേഴ്സോ അല്ലെങ്കിൽ ആൽഫബറ്റോ മനസ്സിലാവാത്ത ആരെങ്കിലും ഈ ഒരു ലൈവിലുണ്ടോ? ആൽഫബറ്റ്സ്, വേർഡ്സ് ഇല്ല. ഓക്കെ, അപ്പം ഈ ആൽഫബറ്റ്സിന്റെ ഒരു ടോട്ടൽ ക്ലാസ്, അതായത് ആൽഫബറ്റ്സിൽ കോൺസണൻസ് എങ്ങനെയാ വരുന്നത്, കോൺസണൻസ് വന്നിട്ടും എങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ചേഞ്ചസ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ വരുന്ന ക്ലാസ്സിലും കൂടെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയൂ കേട്ടോ. ഫസ്റ്റ് ക്ലാസ്സിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കേൾക്കാം. അത് കുറേ ആളുകൾക്കുള്ള കൺഫ്യൂഷൻ ആണ്. ഈവൻ എന്താ പറയാ, നമ്മൾ അത്രയും ഇംഗ്ലീഷ് ഒരുപാട് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും അറിയാത്ത കുറച്ച് സീക്രട്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അതൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൽഫബറ്റും കുറേയും കൂടെ, അതായത് ഏതെങ്കിലും ഒരു സെന്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാ വരിക, അല്ലെങ്കിൽ അതിന്റെ വേർഡ് എങ്ങനെയാ വരിക, ആ വേർഡ് എങ്ങനെ നമുക്ക് സൗണ്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. അപ്പം അതൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കുക കേട്ടോ. നാളത്തെ കമ്മിങ് മൺഡേയിലെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അതിന്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സസിന്ന് ഒരു ചെറിയൊരു ചേഞ്ച്. നമ്മൾ ലൈവ് തുടങ്ങിയിട്ട് ഏകദേശം 15 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കമ്മിങ് 15 മിനിറ്റ്സിൽ ഞാൻ ചെറിയൊരു മെസ്സേജ് നിങ്ങൾക്ക് തരാം. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ക്ലാസ് മാത്രമല്ല, പേഴ്സണാലിറ്റിനെയും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മളുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഓക്കെ. ഓക്കെ. ഇനി ഡൗട്ട്സ് ചോദിക്കാനുള്ള ടൈം ഞാൻ തരാട്ടോ. ഇല്ലെങ്കില് നമ്മള് പറയുന്ന കാര്യങ്ങളില് സ്റ്റക്ക് വരും. ഓക്കെ. അപ്പം നമ്മള് ക്ലാസസ് ഒന്ന് ഇപ്പുറത്തേക്ക് നിക്കുവാണ്. നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളും കൂടെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മള് പോകുന്നത്. അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും കൂടെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും നമ്മളുടെ ക്ലാസസ് പോകുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഇനി വരുന്ന ദിവസങ്ങൾ, അതായത് ഇനി വരുന്ന ഓരോ സാറ്റർഡേയ്സും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ട്രെയിനേഴ്സ് ആണ് വരുന്നത്. ഓരോ ദിവസവും ഓരോ ട്രെയിനേഴ്സ് ആയിരിക്കും നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പം ഇന്ന് എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ. ഇനി ജസ്റ്റ് എന്താണ് എനിക്ക് പറയാൻ, അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ് ആവുന്ന സമയത്ത് ജസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു തോട്ട് അത് ഞാൻ നിങ്ങൾക്ക് തരാം. നമ്മള് ശരിക്കും നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഓക്കെ. ഓക്കെ. അപ്പം നമ്മളൊക്കെ നമ്മളുടെ ഓരോ കാര്യങ്ങളും നമ്മള് ചെയ്തെടുക്കാൻ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മള് സ്കൂള് തൊട്ടിട്ടേ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. ഈ ആഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ഭയങ്കരമായിട്ട് ഫോക്കസ് കൊടുത്ത് എന്ത് ചെയ്യും? നമ്മള് ഓക്കെ, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുണ്ട്. പക്ഷേ ശരിക്കും നമ്മൾ അത് പ്രവർത്തിക്കാൻ നോക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നുള്ള വാഗ്ദാനങ്ങൾ മാത്രാണോ നമുക്ക് തന്നെ കൊടുക്കുന്നത്? അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാറുണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്തേ. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഡ്രീംസ്, ആ ഒരു ഡ്രീംസിന് വേണ്ടിയിട്ട് ഇപ്പയും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ആക്ഷൻസ് എടുത്തോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. യെസ് അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. ഓക്കെ. നോ, നോ, നോ എന്നല്ലാതെ കമന്റിൽ ഒരു യെസ് പോലും ഇതുവരെ വന്നിട്ടില്ല ട്ടോ. ഓക്കെ. ഈ നമ്മള് ഓക്കെ, ഒരു യെസ് വന്നു. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മള് എന്താണോ അത് നമ്മൾ നേടിയെടുക്കണം അതിന്. ഓക്കെ. ശരിയായിട്ട് പ്രവർത്തിക്കല് കുറവാണ്. എന്നാ ഞാൻ ജസ്റ്റ് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ചോദിച്ചോക്കട്ടെ. ഇപ്പൊ നമ്മളുടെ ഡ്രീംസിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഡ്രീംസിലേക്ക് ഓരോ സ്റ്റെപ്സ് എടുത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അല്ലെ? ഇപ്പൊ ഞാൻ ചെറിയൊരു ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കില്, നമ്മള് എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചു. ഇപ്പം ഒരു ഹോം ബേക്കർ, ഏറ്റവും ഈസി എക്സാമ്പിൾ പറയുവാണ്. ഒരു ഹോം ബേക്കർ. ആ ഹോം ബേക്കർ എന്ന് ആൾക്ക് നല്ല രീതിയിൽ കഴിവുണ്ട്. ആള് നല്ല രീതിയിൽ ഫുഡ്സ്, അതേപോലെ തന്നെ ബേക്കറി ഐറ്റംസ്, കുക്കീസ്, കേക്ക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. എന്നാ ആള് അത് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ അത് സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ അത് പുറത്തുള്ള ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാനോ ഒക്കെ ആൾക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പം അല്ലെങ്കിൽ അതൊരു ബിസിനസ് ആക്കാൻ, ഇൻ വൺ വേർഡ് പറയുവാണെങ്കിൽ അത് ബിസിനസ് ആക്കാൻ നല്ല മടിയായിരിക്കും. എന്നാൽ ആളുടെ ആഗ്രഹത്തില് ഏറ്റവും ഡീപ്പായിട്ട്, ഏറ്റവും എന്താ പറയാ, വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ചിലപ്പം ഈ ഒരു ഹോം ബേക്ക് ബിസിനസ് തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു കുക്കീസിന്റെ ബിസിനസ് തന്നെയായിരിക്കും. പക്ഷെ ആ ആൾക്ക് അത് മുന്നോട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റെപ്പ് വെക്കുന്ന സമയത്ത് ആ ആൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കുറേ ബാരിയേഴ്സ് ഉണ്ട്. കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇപ്പം പറയുവാണെന്നുണ്ടെങ്കിൽ ഫാമിലി സപ്പോർട്ട്. ചില ആളുകൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാവും. ചില ആളുകൾക്ക് ഈ ഫാമിലി സപ്പോർട്ട് പോലും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ കാര്യം ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പൊ കഴിഞ്ഞ ലൈവിൽ നമ്മൾ എന്താണ് ഡ്രീംസിനെ സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പല ആളുകളും പറഞ്ഞിട്ടുള്ളതാണ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ. ഇനി അത് അല്ല, ജസ്റ്റ് മിസ്റ്റേക്സ് വരുമോ എന്നുള്ള പേടി ഉണ്ടാവും. അതേപോലെ തന്നെ സമൂഹത്തിനെ പേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഞാന് ഒരു ഹോം ബേക്കർ ഒക്കെ ആയി, അല്ലെങ്കിൽ ഞാൻ ഒരു ഫസ്റ്റ് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊന്ന് സെല് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടുകാരെന്താ വിചാരിക്കുക, ഇപ്പുറത്തെ എന്താ വിചാരിക്കുക, എന്റെ സൊസൈറ്റി എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും, ഇങ്ങനെയുള്ള ഒരുപാട് റീസൺസ്, ഫാമിലി,
ഫിനാൻസ്, സൊസൈറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് ഡിഫിക്കൽട്ടീസ് നിങ്ങളുടെ മുന്നിലേക്ക് വരും. എന്നാൽ ഈ ഡിഫിക്കൽട്ടീസ് ഒക്കെ ശരിക്കും ഒരു റീസൺ ആണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ, നമ്മൾ മുന്നോട്ട് വരാൻ ഇതൊക്കെ ഒരു ഡിഫിക്കൽട്ടീസ് ആണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് യെസ് നോ കോമെന്റ് ചെയ്യോ? നോ. ഓക്കെ, എല്ലാരും ഒന്ന് കോമെന്റ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് 2 വേർഡ്സ് അല്ലേ ഞാൻ കോമെന്റ് ചെയ്യാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി ഇതൊന്നും അല്ല കാരണം. ഓക്കെ, ഇതൊന്നും അല്ല കാരണം. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ സ്റ്റക്ക് വരാനും നിങ്ങളുടെ ബിസിനസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാതിരിക്കാനും നിങ്ങൾ തന്നെയാണ് റീസൺ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യോ? അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ യെസ് എന്നൊന്ന് കമന്റ് ചെയ്യോ? യെസ്. ഓക്കെ, ഫൈൻ. അത് ഞാൻ അങ്ങനെ പറയാനുള്ള ഒരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എന്തൊരു കാര്യം ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിലും, നമ്മൾ എന്തൊരു കാര്യം സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിലും, നമ്മൾ അതിൽ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടോ അത്രത്തോളം മാത്രമേ ആ കാര്യം നടക്കുള്ളൂ. ഇപ്പൊ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളിൽ വിശ്വസിക്കാതെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കാതെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിൽ വിശ്വസിക്കാതെ ആരാ അതിന് വാല്യൂ കൊടുക്കുക? ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഡ്രീം പറയുവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു ബിസിനസ് ഐഡിയ പറയുവാണ്, അല്ലെങ്കിൽ ഒരു ആഗ്രഹം പറയുവാണ്. ആ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഒരു കോൺഫിഡൻസ് ഇല്ല. ഓക്കെ, എനിക്ക് അങ്ങനെ ചെയ്താൽ കൊള്ളാന്നുണ്ട്, പക്ഷേ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ വാല്യൂ കൊടുക്കുമോ? ഇല്ല, അല്ലേ? പക്ഷെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞ് പറയാണ്, നാളെ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് ആ ബിസിനസ് നടത്തി കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു, അപ്പം ഞാന് എൻ്റെ ഏറ്റവും ചെറുപ്പം തൊട്ടുള്ള ഒരു ഡ്രീമാണ്, അപ്പം അതിന് എന്നെ സഹായിക്കുമോ അല്ലെങ്കിൽ അതിന്റെ കൂടെ നിൽക്കുമോ എന്ന് നിങ്ങൾ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തരില്ലേ? അതേപോലെ തന്നെയാണ് സൊസൈറ്റി, അതേപോലെ തന്നെയാണ് ആളുകള്, അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വീടും, എല്ലാ കാര്യങ്ങളും അതേപോലെയാ. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഡ്രീംസിൽ വിശ്വസിക്കുന്നുണ്ടോ അതിനുള്ള റെസ്പോൺസ് മാത്രമേ നിങ്ങൾക്ക് പുറത്തുനിന്നും കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ചില ആളുകൾ നിങ്ങളിപ്പോ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, മാം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നെജ പറഞ്ഞതുപോലെ ഒന്നും അല്ല, നമ്മളെ വീട്ടിലൊന്നും ഇതൊന്നും തീരെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളാണ്, അല്ലെങ്കിൽ നാട്ടിലൊന്നും ഇതൊന്നും തീരെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളാണ്, ഇങ്ങനെയുള്ള ഒരു തോട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് കയറി വന്നിട്ടുണ്ടാവും. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഒരു കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് പല ആളുകളും നമ്മളോട് പറയും, നിനക്കിത് ബുദ്ധിമുട്ടാണ്, നീ ഇത് വേണ്ട, നീ ഇത് ചെയ്യണ്ട, നീ ഓക്കെ ആവൂല, നിനക്ക് കുറെ സമയം എടുക്കും, നീ പിന്നെ നിന്റെ മക്കളെ എങ്ങനെയാ നോക്കുന്നത്, നീ പിന്നെ നിന്റെ വീട് എങ്ങനെയാ നോക്കുന്നത്, അല്ലെങ്കിൽ നിന്റെ സ്റ്റഡീസ് എങ്ങനെയാ നോക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കോമെന്റ്സ് പറയാൻ പല ആളുകളും ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഒരൊറ്റ വീഡിയോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരൊറ്റ സെയില്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരൊറ്റ പ്രോഗ്രാം ഒരൊറ്റ ഒന്ന് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നാളെ ഇവര് തന്നെ, അല്ലെങ്കിൽ നിങ്ങളോട് ഇതെന്തിനാ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുള്ള ആളുകൾ തന്നെ നിങ്ങളോട് എന്ത് പറയും? നിങ്ങളോട് എനിക്ക് ഈ ഒരു ഹെൽപ്പ് ചെയ്തു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്റെ കാര്യം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്കും കൂടെ ഇതൊന്ന് ചെയ്തു തരാൻ പറ്റുമോ, ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയും. അത് പറയില്ല എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒരിക്കലും നന്നാവൂല, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഗുണം ഉണ്ടാവൂല, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് സക്സസ് ആവാൻ പോകുന്നില്ല, ഇങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് കോമെന്റ് യെസ് ഓർ നോ. ഇല്ല, ഒബ്വിയസ്ലി ഉണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, ഇതിന്റെ ഉള്ളിൽ വിശ്വസിച്ച്, അതായത് നമ്മളുടെ ലോകത്തിൽ തന്നെ ഈ ഒരു ടോട്ടൽ വേൾഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ യൂസുഫ് അലി അടക്കം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും എന്തുണ്ട്, ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും നല്ല അടികൾ കിട്ടിയിട്ടുണ്ട്, അല്ലെ? ഒരുപാട് എല്ലാവരും, ഈ വേൾഡിലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഓരോരുത്തരും ഓരോ പ്രോഗ്രാംസ്, അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ ബിസിനസ്, അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോരുത്തരുടെ ഡ്രീംസ് തുടങ്ങിയത് എന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നോ. ഇപ്പം റെക്ടിഫൈയിലേക്ക് തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പേടിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും ചെറിയൊരു പ്രായത്തില് റെക്ടിഫൈ തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ റെക്ടിഫൈ തുടങ്ങിയതിന് ശേഷം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ അപ്പം എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് സപ്പോർട്ട് തരാനും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് എന്റെ കൂടെ നിൽക്കാനും ഒരുപാട് പേരില്ലെങ്കിലും കുറച്ച് പേര് എന്റെ കൂടെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമ്മളുടെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണില്ല. ഓക്കെ, ചില ആളുകള് ചില കസിൻസ്, ചില ടീച്ചേഴ്സ്, ചില ഫ്രണ്ട്സ് ഒക്കെ നമ്മളോട് പറയും നീ അത് ചെയ്യ്, നിനക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും. ചിലപ്പോ അവരൊന്നും ആയിക്കൊള്ളണമെന്നില്ല, അവര് ചിലപ്പോ വളരെ ചെറിയ 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 ആളുകളായിരിക്കും. എന്നാൽ ആ ചെറിയ ആളുകൾ നമ്മളടുത്ത് പറയുന്ന സമയത്ത് നമുക്ക് അതൊരു വാല്യൂ ഉണ്ടാവില്ല. നമുക്ക് വലിയ ആളുകളോട് നമ്മൾ പറയണം, അല്ലെങ്കിൽ നമ്മള് വലിയ ആളുകൾ നമ്മളുടെ അടുത്ത് പറയണം നീ അത് ചെയ്താലേ നിനക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ കേൾക്കും, അല്ലെ? ഇപ്പൊ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് പറയാണ് നീ അത് ചെയ്യ്, നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒബ്വിയസ്ലി അത് കേൾക്കും. പക്ഷെ ചെറിയ ആളുകള് നിങ്ങൾക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ ഒരു സക്സസ്ഫുൾ ആവാത്ത, അല്ലെങ്കിൽ അവരുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളോട് എന്തെങ്കിലും പറയുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് കേൾക്കൂല. അപ്പം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ കൂട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ ഒരു സാധനം തുടങ്ങി നിങ്ങൾ അത് മുന്നോട്ട് പോകുമ്പോൾ ഒബ്വിയസ്ലി സപ്പോർട്ട് ചെയ്യാത്ത ആളുകളൊക്കെ ബാക്കിൽ വന്നോളൂ. ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കേ എന്തെങ്കിലും ഒരു കാര്യം. പിന്നെ ഇപ്പം ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പൊ ഞാനൊന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കുറെ ഫോളോവേഴ്സ് ഒന്നുമില്ല, കുറെ ബിസിനസ് ഒന്നും നടക്കുന്നില്ല, അങ്ങനെയൊക്കെ. പക്ഷെ ശരിക്കും നമ്മൾ എത്രത്തോളം ഫാസ്റ്റിൽ ഒരു കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് തന്നെ അത് കെ അടിക്കും, അല്ലെങ്കിൽ 20K അടിക്കും, 30K അടിക്കും, ഇതൊന്നുമല്ല. നമ്മൾ എത്രത്തോളം വിശ്വസിച്ച് നമ്മളുടെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ച് അതിനു വേണ്ടി വളരെ സ്ലോ ആയിട്ട് മുന്നോട്ട് പോകുന്നോ അത്രയും നമ്മളുടെ ലൈഫിലേക്ക് സക്സസ് വന്നുകൊണ്ടിരിക്കും. ഇന്ന് നിങ്ങൾ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം നാളത്തേക്ക്, അതായത് ഫ്യൂച്ചറിലേക്ക് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് തരുന്ന സമയത്തും ഞാൻ വിശ്വസിക്കുന്നത് ഈ കാര്യമാണ്. ഇന്ന് നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും, അത് നമുക്ക് നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, നമുക്ക് ഡിഫിക്കൽട്ടീസ് ആയിക്കോട്ടെ, നമ്മുടെ ലൈഫിൽ വരുന്ന സന്തോഷങ്ങളായിക്കോട്ടെ, സങ്കടങ്ങളായിക്കോട്ടെ, ഇങ്ങനെയുള്ള എന്ത് കാര്യം നമ്മുടെ ലൈഫിൽ വരുവാണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി മനസ്സിലാക്കുക, ദാറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഫോർ യുവർ ലൈഫ് ഓർ ഫോർ യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അത് എന്ന് പറയുന്നത്. സോ ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇപ്പം ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും എന്നൊന്നും എനിക്കൊരു ഉറപ്പുമില്ല. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിലും നമ്മളുടെ അടുത്ത് ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നെങ്കിലും വളരെ ചെറിയൊരു സ്റ്റെപ്പ് ആണെങ്കിൽ വളരെ ചെറിയൊരു സ്റ്റെപ്പ് അതിലേക്ക് എടുത്തു വെക്കുക. നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ അത് മുന്നോട്ട് മൂവ് ചെയ്തോളും. ഇപ്പം റെക്ടിഫൈല് നോക്കിക്കേ, റെക്ടിഫൈല് നമുക്കൊരു ഫാമിലി ആയി, അല്ലെ? നിങ്ങൾ എന്റെ വോയിസ് കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് മെമ്പേഴ്സ് ഫസ്റ്റ് തന്നെ വരും എന്ന് വിശ്വസിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ആളുകളൊന്നും അല്ല. പക്ഷെ ഇപ്പൊ നമുക്കൊരു ഫാമിലി ഉണ്ട്, നമുക്കൊരു വളരെ ലവബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട്, വളരെ ഹാപ്പിയാണ് നമ്മൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളും എന്തൊരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഡെഫിനറ്റ്ലി ആ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഇഷ്യൂസ് നിങ്ങൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു എൻഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി എ ബെസ്റ്റ് ഡേ ഇൻ യുവർ ലൈഫ്. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റത്തെ ആ ഒരു സ്റ്റെപ്പ് തന്നെ സക്സസ്ഫുൾ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത് എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും, പ്രകടിപ്പിക്കാൻ തുടങ്ങും. ഓക്കെ, സോ ഇഫ് യു ഹാവ് എനി ഡ്രീംസ് ഇൻ യുവർ ലൈഫ്, ജസ്റ്റ് സ്റ്റാർട്ട് ടു ഡു എനി സ്റ്റെപ്സ് ടുഡേ ഇറ്റ്സെൽഫ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം, ഡെഫിനറ്റ്ലി യു വിൽ അച്ചീവ് വൺ ഡേ. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ എന്തായാലും അച്ചീവ്മെന്റ് കാണും. ഓക്കെ, സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്നില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ലൈക്ക് നിങ്ങളുടെ കരിയറിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നത്. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ്, അതായത് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ്
മൈൻഡ് പവറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ ട്രെയിനേഴ്സും നമുക്ക് വരുന്നതായിരിക്കും. ഈ വരുന്ന ട്രെയിനേഴ്സും നിങ്ങളുടെ കുറച്ച് ആക്ടിവിറ്റീസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അതേപോലെ അവര് സംസാരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ മാക്സിമം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് ഐ ഹോപ്പ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം കേട്ടോ. ഓക്കെ, റൂൾസ് ഒന്നുകൂടെ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് എനിക്കൊന്ന് പേഴ്സണൽ ആയിട്ട് റൂൾസ് വേണ്ടത് ഒരാൾ മാത്രമാണ്. അപ്പൊ ഞാൻ അത്രയും വൈഡ് ആയിട്ടുള്ള റൂൾസ് ഈ ഒരു ലൈവിൽ പറയുന്നില്ല. ജസ്റ്റ് എനിക്കൊന്ന് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഈ ഒരു ഇത് കഴിയുകയും ഞാൻ ആ റൂൾസ് കംപ്ലീറ്റ്ലി വോയിസ് ആയിട്ട് അയച്ചു തരാം കേട്ടോ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയില്ല ഈ ഒരു സമയത്ത്. കാരണം നമ്മൾ ആൽഫബറ്റ്സ്, വേർഡ്സ്, ഡൗട്ട്സ് ഒന്നും വരാൻ സാധ്യത ഇല്ലാത്തൊരു ഏരിയയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ കമ്മിങ് മൺഡേ ഓൺവേർഡ്സ് നമ്മളുടെ ഓരോ ക്ലാസ്സിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഓപ്പൺ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഓക്കെ, നമുക്ക് വരുന്ന ട്രെയിനേഴ്സ് സംശയങ്ങൾക്ക് മറുപടി തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും നമുക്ക് വരുന്ന ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ട്രെയിനേഴ്സ് അല്ല, അത് മനസ്സിലാക്കണം. ഒരിക്കലും ഇംഗ്ലീഷ് ട്രെയിനേഴ്സ് അല്ല നമുക്ക് വരുന്നത്. അവർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനേഴ്സ് ആണ്. അതായത് പേഴ്സണലി നമുക്ക് ഗ്രോത്ത് തരുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ട്രെയിനേഴ്സ് ആണ് നമുക്ക് വരുന്നത്. അപ്പം അവരൊക്കെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടും അതേപോലെ തന്നെ ജസ്റ്റ് ഒന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മള് ജസ്റ്റ് ലീവ് ചെയ്യാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാവരും ജോയിൻ ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം. ഇപ്പം തന്നെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം. ആ ഒരു സമയത്ത് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇപ്പം തന്നെ നമ്മൾ ഗ്രൂപ്പ് ഓപ്പൺ ആക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ ഡ്രീംസിലേക്ക് എടുത്തു വെക്കുക. വരുന്ന ദിവസങ്ങളിൽ അതിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, എല്ലാ സാറ്റർഡേയ്സിലും നമ്മളുടെ ഓരോ ക്ലാസ്സസും നിങ്ങൾ വിട്ടുപോവാതെ കാണാം. ഓക്കെ, എല്ലാവരും ഓക്കെ ആണോ? പെർഫെക്റ്റ്ലി. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഫൈൻ. അപ്പം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ താങ്ക് യു പറയാം, എങ്ങനെ വെൽക്കം പറയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ താങ്ക് യു മാം, താങ്ക് യു എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റി അത് ട്രൈ ചെയ്യാൻ നോക്കണേ. നമുക്ക് പഠിക്കുന്ന സമയത്ത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ട്രൈ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ ലീവ് ചെയ്യാണ്. താങ്ക്സ് എ ലോട്ട് ഫോർ എവ്രി വൺ ഹു ഹാവ് ജോയിൻ ദിസ് മീറ്റിംഗ്. താങ്ക് യു.